ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടാണല്ലോ കടന്നത്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനാണ് പോകണമെന്ന് അറിയാം. നമ്മളിന്ന് മീൻ പിടിച്ചാൻ പോവാണ്, കാസ്റ്റിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മൾ ഒരു 5 മണിക്കേലും പോകണമെന്ന് വിചാരിച്ചാണ് രാവിലെ. കാരണം എന്താ വെച്ചാൽ അപ്പോഴേ നല്ല മീനും കിട്ടുള്ളൂ, പിന്നെ പോരാത്തതിന് വെയിലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊന്ന് 5 മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കി നോക്കുമ്പോൾ രാവിലെ നീച്ച് നോക്കുമ്പോൾ ഒരു 8:30 ആയിക്കണ്. അപ്പോൾ അത് പാളിയിക്കണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാ ലഭ്യ? എന്താ ചെയ്യാനി? നമുക്ക് പരത്തമ്പാറ സ്ഥലത്ത് പോവാം. അപ്പോൾ വേറെ സ്പോട്ടുണ്ട്, നമുക്ക് അവിടെ പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇതാ പുതിയൊരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കണ്. അതായത് ഒരു ബണ്ടാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിക്കണ്. ഇനി നമ്മൾ ആ ബണ്ടിക്ക് ഇതാ ഇവിടുന്ന് കുറച്ച് നടക്കണം. അപ്പോൾ വണ്ടി ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട് പോവാണ്. ഈ ചാക്കിൽ എന്താണെന്നറിയോ, ഈ ചാക്കിൽ ബോട്ടാണ്. ബോട്ട് ഞാൻ ട്രൗസർ എടുത്തിക്കണ്. ഞാൻ ഫുൾ സെറ്റപ്പിലാണ്. പിന്നെ ഗൈസ് പാക്കിൽ പൊന്തിക്കണ മൂലക്കുരാന്നൊന്നും പറയില്ല, ഈ മൈക്കാണ്. മൈക്കിൻ്റെ പെട്ടി വെച്ചിരിക്കുകയാണ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കണ്ടോ, ഇതൊക്കെ ശരിക്കും പുഴയാണ്. പക്ഷെ നമ്മളെ വേനൽക്കാലം ആയതുകൊണ്ട് ഇതാ ഒക്കെ വറ്റി വരണ്ടിക്കണ്. ഗൈസ് ഇതൊക്കെ കണ്ടോ, നമ്മൾ ഇന്നലെ നീന്ന സ്ഥലമൊക്കെ ഇതേപോലത്തെ സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ കറണ്ട് കമ്പിയാണ്. ഇത് രാത്രി ആയാൽ ഇതുമൊക്കെ ഷോക്ക് കൊടുക്കും. പിന്നെ കണ്ടോ, ഒരു ജാതിക്കത്തോ മരത്തമ്മ കണ്ടോ, നല്ല കിണ്ടൽ ജാതിക്കൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ നല്ല ആനകളൊക്കെ വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. 10 4-5 ആനകളൊക്കെ ഒപ്പം വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണെന്നാണ് ഇന്ന് രാവിലെ അവിടെ കുളിക്കാൻ വന്ന ചേട്ടന്മാർ പറഞ്ഞത്. നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പിന്നെ നമ്മളവിടെ ലൈറ്റ് സെറ്റപ്പൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കണ്ട് പേടിച്ചിട്ടുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് കാപ്പിമരാണോ? ഇത് കാപ്പിയാണോ? അല്ലല്ലോ, ഇതെന്ത് മരമാണ്? ഇവിടെയൊക്കെ നിറച്ച് ഫാമുകൾ ഇതൊക്കെ ഉണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് ആയിക്കണ്, എന്തെങ്കിലും നടാനൊക്കെ. എന്തെങ്കിലും നട്ടിട്ടുള്ളൊരു ഫാം. എന്താണ് കഞ്ചാവ് ഇട്ടാലോ? കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ. സാബുവിൻ്റെ പോലത്തെ ഒരു ഉപകാരമില്ലാത്ത 2 കവുങ്ങുകളുണ്ട്. നമ്മൾ സ്ഥലം അങ്ങനെ ഏകദേശം എത്താനായിക്കണമെന്നാണ് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ ഒരു പുഴ വൈബൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എന്താ, ഇതിപ്പോൾ പുഴയല്ലേ? ഇതൊക്കെ ഗൈസ് ഇതൊക്കെ ഉണ്ടല്ലോ, മഴക്കാലത്ത് ഇത് കൂടിയൊക്കെ വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പം മഴക്കാലമല്ലല്ലോ, വേനലല്ലേ, അതാണ് മഴ ഇല്ലാത്ത. ഇതൊക്കെ കരിമ്പാണോ അതോ എന്താണ് അതിന് പറയാ? നായ്ക്കരിമ്പാണോ? നായ്ക്കരിമ്പാണ്. ഇതൊക്കെ പോത്തുകൾക്കും അങ്ങനത്തെ ഒരു ഇതിനൊക്കെ കൊടുക്കണ പുല്ലാവും ഗായ്സ്. അങ്ങനെ നമ്മളെ ബണ്ട് ഇതാണ്. ഇവിടെയാണ് നമ്മൾ ബോട്ട് ഇറക്കിയിട്ട് കാസ്റ്റിങ് ചെയ്യാൻ പോണ്. ഇവിടെയൊക്കെ ബണ്ട് പൂട്ടിയിട്ടുകൊണ്ടാണ് ഇവിടെ ഒന്നും വെള്ളമില്ലാത്തത്. അതാണ് ഇവിടെയൊക്കെ ആകെ വെറ്റി വരണ്ട് കിടക്കണേ. ബണ്ട് എന്ന് പേരുള്ളൂ, ഇതിലൊന്നും തുള്ളി വെള്ളമില്ല. ഇതൊക്കെ ഇവിടെ ഒന്നും വെള്ളമില്ല. ഇനി അവിടേക്ക് കുണ്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ അടി കാണാണ്ട് ഇവിടെയൊക്കെ. എവിടെ മുതലാ ഗൈസ്? മുതലെന്നെ കാണാണ്ട്. എടാ ശരിക്കും മുതലുണ്ടോ? കടിക്കോ? ഇല്ല, മുതൽ ഉമ്മക്കൂലേ? ലബി ഇപ്പം നമ്മളൊരു അന്തരീക്ഷം കണ്ടിട്ട് എന്താണ് എൻ്റെ ഒരു അഭിപ്രായം? അന്തരീക്ഷം കണ്ട് നല്ല റിവർ റാഫ്റ്റ് ചെയ്യാം. അല്ലേ, ഇതിൽ കുണ്ടൊന്നും കാണാനല്ലോ. പിന്നെ മീൻ കിട്ടുമോ? പിന്നെന്താ, മുതലേ അങ്ങനത്തെ നീർനായ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? നമ്മൾ കണ്ടില്ലേ? സീരിയസ് ആയിട്ട് പറയാം. അപ്പോൾ നമ്മളിതാ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ ചെക്കന് മൂടായി. ചെക്കനും ഇവിടെ കണ്ടപ്പോൾ തന്നെ ഒരു ഇടാൻ പറ്റിയ സ്ഥലമാണെന്ന് കരുതി. അപ്പം തന്നെ ഓൻ ഇട്ടു, കൊത്തിയില്ല. അതെ, കറക്റ്റ് ഇടും. മാറുന്നല്ലേ ചെയ്യുമ്പോൾ കൊളുത്ത്. ഇതാ കാസ്റ്റിങ് ഇങ്ങനെയാണ് പരിപാടി. ഇനി എന്താ വെച്ചാൽ നമ്മൾ ഇതുമ്പോൾ ഇടുമ്പോൾ അത് വന്നിട്ട് മീനുകളുണ്ടെങ്കിൽ മീൻ എന്തെങ്കിലും തിന്നാലേ ഇരയാണെന്ന് വിചാരിച്ചിട്ട് അത് വന്ന് കടിക്കും. അപ്പോൾ അത് കുടുങ്ങും. അപ്പോൾ മീനെ നമ്മൾ പറ്റിക്കും, പ്രാങ്കാക്കും. അപ്പം മീൻ നമ്മളെ കിട്ടും. വെറുതെ അല്ല മീനെ കിട്ടാത്ത. റമദാൻ മാസമാണ്, മീൻ നോമ്പേക്കര. അതുകൊണ്ട് ഇര ഇടുമ്പോൾ മീൻ തിന്നാത്തതാവും. അതാണ് സംഭവം. അല്ല നമുക്ക് പിടിച്ചാൽ വയ്ക്കാനല്ല. BJP മീൻ ഉണ്ടെങ്കിൽ അടിക്കും, നോമ്പില്ലാതെ. നോക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കാനാ പറഞ്ഞോനെ. നോക്കിക്കണേ എല്ലാരും നോക്കിട്ടോ. മുനീരെ കണ്ണു ചിമ്മ് നോക്കിക്കോ. നോക്കി എന്തിനാ നോക്കാൻ പറഞ്ഞു താങ്കൾ? വെറുതെ നോക്കാൻ പറഞ്ഞോ? അല്ല കുളത്തില്ല. ഇനി ബോട്ട് സെറ്റ് ചെയ്യാല്ലേ? കിട്ടില്ലല്ലോ. ഇനി ബോട്ട് സെറ്റ് ചെയ്യാം. ഇത് പ്രൊഫഷണലിസ്റ്റ് യൂസ് ചെയ്യണത്. ഓക്കെ. എടാ അതുമ്മ എന്തോ സൗണ്ടൊക്കെ കേൾക്കണ്ടാ. കൊത്തുവോ ലഭ്യം? എന്നങ്ങനെ കൊത്തുവോ? എങ്ങനെ എറിയാൻ തുടങ്ങിയാൽ എറിയലിനോടുണ്ടാവും. നമ്മളെ ആ ബോട്ട് അങ്ങനെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ.
ഇതൊക്കെ ലബീൻ്റെ ഫുൾ ഇതിൻ്റെ കിറ്റാണ് കേട്ടോ, ഫിഷിംഗ് കിറ്റാണ്. ഇത് ഏതാ ബാഗ്? ഫിഷിംഗ് ബാഗാ? ബാഗിന് എന്താ പറയാ? ബാഗ് തന്നെയല്ലേ പറയാ, വേറെ ഒന്നും പറയില്ലല്ലോ. ബാക്ക് പാക്ക്, സോറി, ബാക്ക് പാക്ക് എന്നാ നീ പറയാ. ഓരോ സാധനങ്ങൾ എടുക്ക്. ഇതൊക്കെ നമ്മളെ ഫ്രാങ്കളാണല്ലേ? എന്താണ് മീനടിക്കുന്ന സാധനമാണ് ഇതുണ്ടോ? ഇതൊക്കെ മീൻ പിടിച്ച് ഇതൊക്കെ ലൂറ എന്ന് പറയാൻ. ഇതൊക്കെ നമ്മൾ വള്ളത്തിലിട്ട മീൻ പോണ പോലെ ഉണ്ടാവും. അപ്പൊ മീൻ വന്ന് കുത്തും. ഇതൊക്കെ എൻ്റെ പ്രാക്ക്. ചെക്ക സാധനങ്ങൾ ഇറക്കി തുടങ്ങിക്കണേ. നമ്മളിന്ന് ഏത് ഇതിട്ടിട്ടാണ് അടിക്കണേ? ഏത് സാധനം ഇട്ടിട്ട് അടിക്കണേ? നമ്മളങ്ങനെയൊന്നുമില്ല, ഏത് വേണേലും എടുക്കാം. ഏത് വേണേലും എടുക്കാം അല്ലേ? എന്നാലും ഈ ഒരു ആംബിയൻസിന് ഏതാണ് പറ്റുക? ഏത് ചെറുതിടല്ലേ? അത് നല്ല. അങ്ങനെ നമ്മളെ ലോക്കൽസിന് ഇടാൻ പറ്റിയ സാധനം റെഡി ആക്കുന്നുണ്ട്. ഇത് ലോക്കൽസിനില്ലാന്ന് പറഞ്ഞു. ഇനി പ്രൊഫഷണലിനാണോ ലോക്കൽസിനാണോ അടിക്കാന്നൊന്ന് നോക്കണല്ലോ. അത് നോക്കണം. ലഭ്യ നമുക്ക് അങ്ങാനും അടിച്ച അനക്ക് അടിച്ചാതെ മത്സരാണ്. പിന്നെ ജില്ല ഇജ്ജ് തീർന്നു. എന്നെ വിൽക്കും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട്. ഇപ്പം തന്നെ 3/4 വിറ്റിക്കണ്, ഏകദേശം സെയിലായിക്കണ്, ടോക്കൺ കൊടുത്തേക്കണ്. ഗൈസ് അപ്പം ഞങ്ങളില്ലേ ഇത് വള്ളത്തിൽ കറക്കാൻ പോടാ. അവിടെ കുണ്ടടാ പൂന്തുണ്ടേ. ചൂണ്ടൽ വേണമെങ്കിൽ ആരത്തേക്കും കൊടുത്തു. ഇവിടെ എന്തെങ്കിലും കുറ്റി നോക്കാം. ഗൈസ് അങ്ങനെ സേഫ് ആയിട്ട് നമ്മളിത് വള്ളത്തിൽ കറക്കിക്കണേ. അങ്ങനെ അപ്പം നമ്മള് ബോട്ടിൽ കയറിയിരിക്കണേ. ബോട്ടിൽ കയറി നിൽക്കണേ. കോണില്ല, ഇതിൽ 5 ആൾ പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് ആ തലക്കെന്ന് പോന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാറ കണ്ടപ്പോൾ, വള്ളത്തിൻ്റെ നടുവിൽ തന്നെ പാറ കണ്ടപ്പോൾ അവിടെ നിർത്തിക്കാണ്. ഇവിടെ നല്ല സ്പോട്ട് അത്രയും പറഞ്ഞേ. കാരണം ഇവിടെ തണലൊക്കെ ഉണ്ട്. തണലുള്ളിടത്താണ് അധികം മീൻ ഉണ്ടാവുക. ലഭ്യ കിട്ടുമോ? മീൻ കിട്ടുമോ? സ്പോട്ട് എങ്ങനെയുണ്ട്? സ്പോട്ട് പൊളി സ്പോട്ടാന്നാ പറഞ്ഞിരിക്കണേ. സാധനം കിട്ടിയാൽ മതി. മുസറു ഓക്കെ അല്ലേ? നമ്മളെന്താ വെച്ചാലേ 3 ആൾ പോകേണ്ട ബോട്ടാണ്, പക്ഷെ ഇതിൽ 5 ആളാണ് കയറിയിരിക്കണത്. അപ്പോൾ അതിൻ്റെതായ ഓവർലോഡും പരിപാടിയും തൊയലൊക്കെ പ്രശ്നമുണ്ട്. ഇത് കൂടിയൊക്കെ അങ്ങനത്തെ നിറച്ച് മുള്ളുള്ള മുളകളുണ്ട്. അതൊക്കെ ഇതുമ്മ കുത്തി കഴിഞ്ഞാൽ പൊട്ടും. അപ്പം നമ്മൾ വള്ളത്തിൽ കിടക്കും, നമ്മളെ ഫോൺ പോവും, മൈക്ക് പോവും, എല്ലാം പോവും. അത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും എടുക്കുന്നത്. ഞാൻ അതിപ്പോൾ വെറുതെ തമാശ പറയണോ, ഞാൻ എല്ലാ വീഡിയോയിലും വ്ളോഗർ ഭയങ്കര പണിയാണെന്നൊക്കെ പറയുന്ന പോലെയല്ല. നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കുറേ ഇടങ്ങാറാവുണ്ട്. ഇപ്പോൾ ഈ ഇങ്ങനത്തെ യൂട്യൂബിലെ വ്ളോഗിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാമത്തെ വ്ളോഗിന് ഇത്ര ഇടങ്ങാറാവേണ്ട ആവശ്യമില്ല. അതിന് റീച്ചും ഉണ്ട്, വരുമാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ യൂട്യൂബത്തെ വ്ളോഗ് പറഞ്ഞാൽ നല്ല ഇടങ്ങാറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് ഉണ്ട്. ഈ വെയിലൊക്കെ കൊണ്ടിട്ട് വലിയ സുഖമില്ല പരിപാടിയൊന്നുമില്ല. നമ്മൾ ഓരോ കണ്ടന്റ് ഓനിക്കൊക്കെ പറഞ്ഞാൽ ഒരു കമ്പാണ്, പാഷനും പരിപാടിയാണ്. പക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ കമ്പൊന്നുമില്ല. എൻ്റെ പാഷൻ എന്താണ്? യൂട്യൂബ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ പാഷനല്ല, വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉള്ള ഓപ്പണായിട്ട് പറയാമല്ലോ. പാഷൻ ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, വ്ളോഗൊക്കെ ഇടുന്ന ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പാഷനായിട്ട് അതിന് വേണ്ടിയിട്ട് അയ്യോ എനിക്ക് പൈസ ഒന്നും വേണ്ട. നമ്മളൊരു മറ്റേ സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞാൽ പാഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബെനിഫിറ്റോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് നമ്മളങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴാണ് അതൊരു പാഷനായിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പാഷനൊന്നുമല്ല, പാഷൻ എനിക്ക് ഇഷ്ടമാണ്, വ്ളോഗിങ്ങൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത്രയും റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യില്ലെന്നറിയാം, കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കാം. അത്ര താങ്ക് യു ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റെ നടുവിൽ ഒരു പാറമ ഇരുന്നിട്ട് ചൂണ്ടലിടാൻ പോവാണ്. പോയിൻ്റെ നടുവല്ല, ഒരു 3/4 ഭാഗത്ത്. അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ വെജ്ജാ, വെയിലും ഒക്കെ ആയിട്ട് എനിക്കാണെങ്കിൽ മീനും കിട്ടണില്ല. അപ്പോൾ ഞാനൊന്ന് കടക്കാൻ പോവാണ്, വെജ്ജാ, ഞാൻ ക്ഷീണായി ഗൈസ്. അപ്പം നമ്മൾ ഇനി ഒരു കിഡിലെ സ്പോട്ടൊക്കെ പോകണം. ആ മരം കണ്ടോ, അതിൻ്റെ ഇടയ്ക്കാണ് പോകാൻ പോണത്. ഇത് ഫ്രണ്ടിൽ ഇരിക്കാൻ നല്ല രസമുണ്ടോ? ഇവിടെ നല്ല വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു വൈബ് ഉണ്ട്. നേരത്തെ പോലെയല്ല, ഇപ്പോ നല്ലൊരു കാറ്റും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ശരിക്കും ഇപ്പൊ വൈകുന്നേരം രാവിലെ എന്ത് വൈബേക്കാറല്ലേ ലഭ്യ? വൈകുന്നേരം രാവിലേക്ക് നല്ല രാവിലെ കറക്കിക്കോ. ഞാൻ എൻ്റെ ഒരു ഏറ് കാണിച്ചാൽ ഗൈസ്, ഇതെങ്ങനെ എറിയാന്ന് കാണിച്ചാ കിട്ടും. എൻ്റെ ഏറ് കാണിച്ചാ നോക്കിക്കോളി. അല്ലെ മുസറ് നിർത്തിയെടുക്കാൻ തോയാ അത് കിഡിലേറാ നല്ല സ്പോട്ട് പോയാൽ കാട്ടുകോഴിയെ കുറുക്ക മാന് ഗൈസ്, മാന് അത് മയില മാനാ, എന്തോ ഒരു ജീവിയാണ് കേട്ടോ, എന്തോ ഒരു ജീവിയാണേ ഗൈസ്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ഇവിടെ കാട്ടില് ആനി മാനൊക്കെ ഉള്ള സ്ഥലങ്ങളാ. സീരിയസ് ആയിട്ട് എന്താ റീച്ചിന് അല്ല, നമ്മൾ സത്യം പറയുള്ളൂ.
അല്ല ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ മറ്റേ മാനുണ്ടല്ലോ, പുള്ളില്ലാത്ത മാനുണ്ടല്ലോ. ആ മയിൽ പോണുണ്ടോ? മയിൽ പറയണ്ടോ? ആ പോണു മയില്. കിട്ടി. അടിച്ചു ഗൈസ്. അടിച്ചു. വീട് അടിച്ചു ഗൈസ്. അടിച്ചു. മീൻ അടിച്ചു ഗൈസ്. മീൻ അടിച്ചു. ഏ കിഡില സാധനാലോ. എടാ നമുക്ക് ശരിക്കും മീനൊക്കെ അടിക്കും. എടാ സീനാവോ? മീൻ കടിക്കോ? മീനടിച്ചു. കിഡിലെ മീനടിച്ച്. മീൻ ഒതുങ്ങി. ഞാനൊന്നും പറ്റില്ല. പോയോ? ഫോണടെ ചൂണ്ടല്ലേ? ഫോണൊക്കെ ഓക്കെ അല്ലേ? ബോട്ട് മീന് കിഡില മീനെ കിട്ടി. 3 കിലോ വന്നത് മുതലായി. കണ്ടന്റായി ഗൈസ്. മോട്ടറായി പെറിഞ്ഞെറിഞ്ഞ് ചെക്കന്റെ ഫ്രോഗാണ് കുടുങ്ങി. നിലത്ത് കല്ലുമ്പോ കുടുങ്ങി. ഇനിയിപ്പോ മുങ്ങി എടുക്കുന്നൊക്കെ വരണം. ഫ്രോഗ് കുടുങ്ങി ഗൈസ്. ഏത് മൂഡിലേ, ഏതാ വൈബ് നോക്കണി, ഏതാ സ്ഥലം നോക്കണി നിങ്ങളില്ലേ? കൊറേ ടീം അതാ തള്ളത്തിരിക്കണു. നമ്മള് വ്ളോഗിങ്ങിന്റെ പരമായിട്ട് ഇങ്ങനെ വെയിലത്തേക്കാണ്. കിട്ടി ഗായ്സ്, കിട്ടി. ചെക്കന്റെ ഫോർക്ക് അങ്ങനെ കിട്ടി. ഫോർക്കല്ല, ഫ്രോഗ് അങ്ങനെ കിട്ടി. ഓന അവിടെ നിന്നിട്ടും ചൂണ്ടിട്ടുണ്ട്, ഞാനും ഇവിടെ നിന്നിട്ടും ചൂണ്ടിട്ടുണ്ട്. ഏതാ മൂടാക്കണി, ഏതാ സ്ഥലം നോക്കണി. സുഹൃത്തുക്കളെ, ഏകദേശം പാളിക്കണ വണ്ടി ആകാശത്തിന് മീൻ പിടിക്കാൻ പോയിട്ട് ഗൈസ്. നേരത്തെ ഇത് ഒരുത്തന്നെ ആകാശത്തുനിന്ന് മീൻ പിടിച്ചിരുന്നില്ല. ഇത് നമുക്ക് ആകാശത്തുനിന്ന് പിടിച്ചാ. ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് അവനെ കഴിച്ചിലാക്കി, റെസ്ക്യൂ ചെയ്തു. ഇതെന്താ ഇതേതാ ഈ ചെറുക്കൻ? ആകെ വള്ളത്ത് ഇപ്പൊ നേരത്തെ ആ വീഡിയോ കിട്ടില്ല. ഇത് ആകെ നന്നിക്കണ്ട. ആ മീനാണ് വന്ന് ഇത് കിരുന്നേക്ക് ഇവരോട് വള്ളത്തേക്ക് പറഞ്ഞു. ആ വീഡിയോ കിട്ടണ്ടായിരുന്നു. ലോക്കിന്റെ മീനാട്ടോ നമ്മള് കാണാൻ. ഐക്കുണ്ട്, ഇത്ര കണ്ടാവും. ഇത്ര ഉണ്ട്. ഇജ്ജ് അന്ന് വെച്ചോക്ക്. നല്ല വലിപ്പുണ്ട് ആ പൊന്തേന്. പക്ഷെ ഒരു ഹൊറർ ഫീൽ ഇവിടെ അപ്പൊ ഗൈസ്, ഇബല് നമ്മൾ നേരത്തെ നമ്മളവിടെ എത്തിയിട്ട് ഓലൊന്ന് പോയി വന്നിരുന്നു. കാരണം ഇതിൽ 5 ആൾ പോകാത്തോണ്ട്. അപ്പൊ ഓൽക്ക് ഒന്നും കൂടി കിട്ടി. ലബി ഒന്നും കൂടി പിടിച്ചിക്കണം. ലബി ഒന്നും കൂടി പൊക്കി കാണിച്ചെടുക്കുക. അത് കാണിച്ചു കൊടുക്കണേ. ഈ ഒരു സാധനമാണ് കിട്ടിക്കണ കേട്ടാ. ലബി കിട്ടിയാണ്. ലബിയാ ഒന്ന് കാണിച്ചാ, മുഖം കാണിച്ചാ. സൂപ്പർ ചെക്കൻ. നമ്മൾ 3-4 മണിക്കൂറിന് ശേഷം നമ്മള് മീൻ പിടിക്കാൻ പോയിട്ട് നമ്മൾ കയറിക്കാണ്. നമുക്ക് ആകെ കിട്ടിയ മീനുകളെ ഞാൻ കാണിച്ചു തരാം. ആകെ കിട്ടിയ മീനുകള് ഒരു വലിയൊരു മീനെ കിട്ടിക്കണേ. ഇതാ അന്ന് കാണിച്ചു കൊടുത്താ. ഇവനും കിട്ടി. മൊത്തം നമുക്ക് 2 മീനെ കിട്ടിക്കണേ. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. നമ്മള് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഉച്ചയായതുകൊണ്ട് മീൻ കൊത്താൻ കുറച്ച് പാടാണ്. ഓളം വട്ടൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കൂളാവും, മീനുകളൊക്കെ ഒന്ന് വരും. അപ്പൊ നമ്മളിവിടെ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. അപ്പൊ നമ്മളിവിടെ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കാണ്. അവിടെ നിറച്ച് കുളിക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ടോ? മാസിലേക്ക് നല്ല സീന്. ഒരു മാസിലേക്ക് ഇജ്ജാ പിടിച്ചിരുന്നല്ലേ ലെവലിലേക്ക് ഗൈസ്. പിടിച്ചതിന്റെ ഷോ ഓഫാണ്. ഇനി നാട്ടിലെ ഗ്രൂപ്പിൽ തള്ളാൻ വേണ്ടിയിട്ടാണ്. ഓൻ എന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറയുന്നത്. അപ്പൊ ഓക്കെ, ഇതാണ് ഞമ്മക്കപ്പോ മൊത്തത്തിൽ കിട്ടിയ മീനുകൾ. ഇതൊന്ന് ഇങ്ങനെ കാണിച്ചാൽ ഇതൊരു ഇപ്പൊ 2 പാട എത്ര കിലോ ഉണ്ടാവും? ഇതൊരു 3-3.5 കിലോ ഉണ്ടാവും. ഇതൊരു 1/2 കിലോനുണ്ടാവും. 3/4 കിലോ ഉണ്ടാവും. മൊത്തത്തില് 4-4.5 കിലോ ഉണ്ട് അല്ലേ? 4 കിലോ ഉണ്ടാവും. 4 കിലോന്റെ മീനാ പിടിച്ച് നമ്മള് അല്ലേ? 3.5 സെറ്റായി. എന്തായാലും ഞാൻ എനിക്ക് കിട്ടൂല എന്നിട്ട് വിചാരിച്ച്. പരലിനൊക്കെ പിടിച്ച് പോരും വിചാരിച്ചു. ലാസ്റ്റ് തോർത്തൊക്കെ വിരിച്ചിട്ടേ തോർത്തോണ്ടൊക്കെ കോരി പിടിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചു. തൂക്കണുണ്ടോ? എത്ര കിലോ ഉണ്ട്? തൂങ്ങിക്കണോ? ഒരു സാധനം കാണിച്ചു തരാം. വായ
വായ ഒരു സാധനം കാണിച്ചു മീനെ കാണിച്ചു തരണോ പാവ പിടിച്ച മീനെ കാണിച്ചു തരണോ എന്നാ വായ കാണിച്ചു വാ 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 ആ മീനൊന്ന് എനിക്ക് കൈ പിടിക്കാൻ വയ്ക്കോ കൈ പിടിക്കാൻ വയ്ക്കോ നോക്കാം മീമി മേ മേ മീമി 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 മീമിനെ പിടിച്ചോക്കാം പിടിച്ചോ കൊടുത്തോ മീമിനെ പിടിച്ചോക്കാം പിടിച്ചോ 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 ഉമ്മാക്കൊണ്ടേ കൊടുക്ക് സിത് കുപ്പായിട്ട പോയിട്ട് അതാ 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 അന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്ക അന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്ക പോയിട്ട് സിത് കുപ്പായിട്ടാ ഉമ്മാക്കൊണ്ടേ കൊടുക്ക് എനിക്ക് പേടില്ല മീമി കൊണ്ടേ കൊടുത്താ മീമി ഇഷ്ടായിരുന്നു ആയിക്കോട്ടെ ടാറ്റ ബൈ ബൈ പറയാം ബാക്കി നാളെ പറയാം ആ ഓക്കെ